പാലക്കാട് ചിറ്റൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറ് പൊട്ടിത്തെറിച്ച് അമ്മയ്ക്കും 3 കുട്ടികൾക്കും പരിക്കേറ്റുവെന്ന് വാർത്ത വരുന്നു. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് അപകടമെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നും കൂടി അറിയുന്നു. ഓടി അവിടെ ചെന്ന് നോക്കുമ്പോൾ പുറകിൽ നിന്നാണ് തീ വരുന്നത്. അതാണ് നമ്മൾ കണ്ടത്. കുട്ടികളെ എങ്ങനെയൊക്കെയോ തള്ള രക്ഷപ്പെടുത്തിയിട്ട് പുറകിൽ വിട്ടിട്ടുണ്ട്, വണ്ടിയുടെ പുറകിൽ അപ്പുറത്തെ സൈഡ്. അത് കഴിഞ്ഞിട്ട് മുത്തിത്തള്ള അവിടെ നിലവിളിക്കുന്നുണ്ട്. ഇനി അമ്മ കത്തിക്കരിഞ്ഞ് മേൽ പൊള്ളിയിട്ട് വെളിയിൽ വന്ന് ഉരുള് താഴ്ത്തു നിലത്ത് വെളിയിൽ കടകളിൽ എവിടെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കാറിൽ കയറുകയാണ്. അപ്പോൾ അമ്മ പെണ്ണിൻ്റെ അമ്മ വരാൻ വൈകി. അപ്പോൾ അവർ കാർ സ്റ്റാർട്ട് ചെയ്തെന്ന് അറിയില്ല. വണ്ടിയിലുണ്ടായിരുന്നു ഒരു 4 ആൾ. ഈ അപകടം നടന്ന പാലക്കാട് ചിറ്റൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, വളരെ സങ്കടകരമായ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണല്ലോ ഈ വന്നിരിക്കുന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഈ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നത്, അവരെ എവിടെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? SKN അതീവ സങ്കടകരമായ ഒരു നിമിഷത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് അത്തിക്കോട് പനയൂർ എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ കാറാണിത്. LC മാർട്ടിൻ പലന ആശുപത്രിയിലെ നേഴ്സാണ്. 38ഓളം വയസ്സ് അവർക്ക് പ്രായം വരും. അവരുടെ മകൾ അലേന 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. മകൻ ആൽഫി, അതും ചെറിയ കുട്ടിയാണ്. എയ്മി, അതും ഏറ്റവും ചെറിയ മോളാണ്. ഈ 4 പേർക്കാണ് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ 2 പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണെന്ന് പറയുന്നത്. അതായത് അമ്മ LC മാർട്ടിൻ, അതുകൂടാതെ മകൻ ആൽഫി. ഈ കുട്ടികൾ അമ്മ ആശുപത്രിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടേക്ക് പുറത്തേക്ക് എവിടേക്കോ പോകാൻ വേണ്ടി ഈ വാഹനത്തിൽ കയറി, ഈ കാറിൽ കയറി ഇരുന്നതായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ തീ പടരുകയായിരുന്നു. പെട്രോൾ ടാങ്കിൻ്റെ ഭാഗത്തുനിന്ന് തീ പടരുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷിയായ ജോൺ അല്പസമയം മുൻപ് നമ്മോട് പറഞ്ഞത്. ഈ കാർ പൂർണ്ണമായി, മാരുതി 800 ആണ്, ഇത് പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അസ്ഥികൂടം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. എഞ്ചിൻ്റെ ഭാഗമൊക്കെ പൂർണ്ണമായി കത്തിക്കരിഞ്ഞ ഒരു നിലയിലാണ് ഉള്ളത്. പെട്ടെന്ന് തന്നെ ഈ നാട്ടുകാർ, അതായത് ഈ ജോണും കുടുംബവും ഒക്കെ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നെ നാട്ടുകാരൊക്കെ ഓടിയെത്തി. ഉടൻ തന്നെ ഇവരുടെ ഒരു അമ്മ, ഈ LC മാർട്ടിൻ്റെ അമ്മയുണ്ടായിരുന്നു, അവരും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചു. ഒരു 10-15 മിനിറ്റിന് അകം തന്നെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. നമുക്ക് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മനു എന്നൊരു ചെറുപ്പക്കാരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു അവിടുത്തെ ഒരു സ്ഥിതി? എന്തായിരുന്നു മനു? നമ്മളിവിടെ ഓൾമോസ്റ്റ് വരുമ്പോൾ തന്നെ ഒരു 80% ആൾ ബേണാണ്. ആരാ? LC മാർട്ടിൻ. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ ഇപ്പുറത്താണ് ഇരുന്നത്, എത്തിപ്പെടാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഫയർ സർവീസും അതുപോലെ തന്നെ ആംബുലൻസും എല്ലാം വിളിച്ചു വരുത്തി കൊണ്ടുപോകുന്ന സമയത്താണ് കുട്ടികളെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും 80% എല്ലാവരും കുഞ്ഞുങ്ങളും, മൊത്തം 3 കുഞ്ഞുങ്ങളും അമ്മയും. ഇവരിപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോയി? നമ്മൾ ആദ്യം ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ബേണിംഗ് ICU ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പാലാനിലേക്കാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. പാലാനയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ അറിയാൻ പറ്റിയത് എറണാകുളത്തേക്ക് 2 പേരെ മാറ്റി എന്നാണ്. എറണാകുളത്തേക്ക് മാറ്റിയത്. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന ഒരു മേഖലയൊന്നുമല്ല, ഒരു സൈലന്റ് ഏരിയ. ഇവർ എത്ര കാലമായി ചേച്ചി അതിന് തൊട്ട് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവരോട് സംസാരിച്ചിട്ട്? 10 മിനിറ്റ് മുമ്പ് ഞാൻ അവരോട് സംസാരിച്ചാണ്. വീട്ടിൽ ഒരു പ്രയർ നടക്കുന്നുണ്ട്. അപ്പോൾ അത് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതായിരുന്നു. പിന്നെ അവരെന്നോട് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ടാണ് അവരിരുന്നത്. ഞാൻ ചോദിക്കുന്നത്, അതിനുശേഷം അവരെ പോകാൻ ഞാൻ വീടെത്തി ഒരു 5 മിനിറ്റ് ആയില്ല. അപ്പോഴത്തേക്ക് കാറ് പൊട്ടിത്തെറിക്കുന്നതും പുക വരുന്നതും തീ കത്തുന്നതും നല്ല ശബ്ദം ഉണ്ടായിരുന്നു. എല്ലാവരും, ഇവിടെ ഒരാൾ പോലും ബാക്കിയില്ല, എല്ലാവരും ഓടിക്കൂടി. അങ്ങനെ തീർച്ചയായും അവരുടെ മറ്റു പ്രശ്നങ്ങൾ ഇത് കൊണ്ടുപോകുമ്പോൾ എന്ന സമയത്ത് ഇവർക്ക് സംസാരിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? സംസാരിച്ചിട്ടില്ല. കുട്ടികൾ തീരെയില്ല. ചെറിയ കുട്ടികൾ, 2ാമത്തെ കുട്ടി വളരെ ആവശ്യമില്ല. പിന്നെ ഇളയ കുട്ടി മുഖത്തും ഇതൊക്കെ ഭാഗത്തൊക്കെ തീ പിടിച്ചിട്ട്. തീർച്ചയായും അവരുടെ ഭർത്താവ്, അതിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം, ഇവരുടെ ഭർത്താവ് ഏതാണ്ട് ഒരു 1.5 മാസം മുൻപാണ് അസുഖബാധിതൻ, ക്യാൻസർ ബാധിതനായി മരിച്ചതെന്നാണ് പറയുന്നത്. ഇവരുടെ സഹോദരി തൊട്ടപ്പുറത്ത് മേഖലയിൽ താമസിക്കുന്നുണ്ട്. അവരെത്തിയാണ് പിന്നീട് ഈ വീടൊക്കെ ഇപ്പോൾ പൂട്ടിയിട്ടുള്ളത്. എന്തായാലും സങ്കടകരമായ, അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന സംഭവമാണ്. ഷോർട്ട് സർക്യൂട്ടാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും ഇവിടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ 2 പേരെ ഈ കാറിലെ ഇതിങ്ങനെ തീ പിടിക്കുന്നത് വളരെ അത്ര സാധാരണമായ ഒരു സംഭവമല്ലല്ലോ. ഇതിൻ്റെ വിദഗ്ധന്മാരോട് നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു?
SKN പുറകുവശത്ത് നിന്ന് തീ പിടിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ കാറുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് എഞ്ചിന്റെ ഭാഗത്ത് ഈ പെട്രോൾ ടാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബേണിംഗ് നടന്നിട്ടുണ്ടാകാമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട്, അത് തന്നെയാണ് ഒരു പ്രാഥമിക നിഗമനമായി അവരും പറയുന്നത്. അതൊരു പ്രാഥമിക നിഗമനം മാത്രമാണ് SKN. അത് ഇനി പരിശോധന ഫയർഫോഴ്സിന്റെ മാത്രമേ ഏതെങ്കിലും തരത്തിൽ എന്താണ് ഈ കാർ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ കാറിൽ ഒന്നുമില്ല, പൂർണ്ണമായ ഒരു അസ്ഥികൂടം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നിലവിലുള്ളൂ. എന്തായാലും ഇനി നാളെ രാവിലെ വന്ന് ഇവിടെ പരിശോധന നടത്തും, ഒരു ഇൻസ്പെക്ഷൻ നടത്തും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ചികിത്സയിലിരിക്കുന്ന അമ്മയ്ക്കും മക്കൾക്കും ഒന്നും വരാതിരിക്കട്ടെ എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. എന്തായാലും അത്തിക്കോട് എന്ന ഈ കൊച്ചു ഗ്രാമത്തെ, പനയൂർ അത്തിക്കോട് എന്ന ഈ കൊച്ചു ഗ്രാമത്തെ ഞെട്ടിച്ചാണ് ഇങ്ങനൊരു അപകടം